നമസ്കാരം. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെന്താണ്, അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. Before we start today, let's quickly recall what we learned yesterday. Yesterday we learned animals and their body parts. ഇന്നലെ നമ്മൾ മൃഗത്തിൻ്റെയും അതിൻ്റെ ഭാഗങ്ങൾ കുറച്ച് കണ്ടു അല്ലേ. അപ്പം ഞാനൊരു ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഞാൻ ആദ്യത്തെ ചോദ്യം വന്നിട്ട് വാട്ട് ഈസ് ദ യൂസസ് ഓഫ് ടെയിൽ. ടെയിൽ എന്താണ്, ടെയിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, വാലെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ബാലൻസിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അല്ലേ. ബാലൻസും പിന്നെ മൂവ്മെന്റ് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അല്ലേ. ബാലൻസിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ചോദ്യം വന്നിട്ട് വിച്ച് പാർട്ട് ഹെൽപ്സ് ഫിഷ് ടു സ്വിം. ഏത് പാർട്ടായിരുന്നു? ഫിൻസ് ആണ് ഞാൻ പറഞ്ഞു അല്ലേ. ഫിൻസ് ആണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. ബട്ട് ഹെൽപ്സ് ബേർഡ്സ് ടു ഫ്ലൈ ഏതായിരുന്നു? വിങ്സ് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ചിറക് വെച്ചിട്ട് പറക്കാണെന്ന് പറഞ്ഞില്ലേ. വിങ്സ് ആണ് അവർ യൂസ് ചെയ്യണം. എന്തിനെ? ഫ്ലൈ ചെയ്യാൻ, പറക്കാൻ വേണ്ടിയിട്ട് ചിറകുകളാണ് അവർ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? യു കാൺ ലീവ് വിതൗട്ട് ദിസ് ബട്ട് യു ഇഗ്നോർ ഇറ്റ് എവറി ഡേ. നമുക്കിതിലാണ് ജീവിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മളിതിനെ വിലമതിക്കുന്നില്ല. ക്ലോസ് യുവർ ഐസ് ഫോർ ജസ്റ്റ് ഫോർ 5 seconds. Imagine there's no water, no drinking, no cooking, no washing, nothing. അപ്പൊ നമുക്ക് ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. Can you survive even one day? No, നമുക്കൊരു ദിവസം ഇതില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലേ. നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല, ഇവിടെ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതായിരിക്കും. അതെന്തായിരിക്കും? So today we are going to learn about something simple ആയിരിക്കും, then very powerful ആയിരിക്കും. അപ്പം അതേതായിരിക്കും? വാട്ടർ. എന്താണ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ലിക്വിഡ് മാത്രമല്ല, അത് ലൈഫും കൂടിയാണ്. നമ്മുടെ ഒരു ലൈഫാണ്, നമ്മുടെ ഒരു ജീവിതമാണ്, ലൈഫും കൂടിയാണ് വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. വാട്ടർ സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിരിക്കുന്നത് H2 ആണ്. എന്താണ് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിരിക്കുന്നത്? H2 ആണ്. വാട്ടറിന് 2 എലമെന്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ് 2 എലമെന്റ്സ്? ഹൈഡ്രജനും ഓക്സിജനും. എന്താണ്? ഹൈഡ്രജനും ഓക്സിജനും. അപ്പോൾ വെള്ളം ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ഒരു സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിരിക്കുന്നത് H2 ആണ്. H2 എന്ന് പറയുമ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ആണ്. 2 എലമെന്റ്സ് ഉണ്ട്, ഹൈഡ്രജനും ഓക്സിജനും. നെക്സ്റ്റ് ടോപ്പിക്, വേർ ഈസ് വാട്ടർ ഫോം. വാട്ടർ ഈസ് എവരിവെയർ ബട്ട് we did not notice about river, lake, ocean, rain. Water is everywhere but we did not notice in river, lake, ocean and rain. Do you know that about 60% of water is exist in our body? Did you know this before? ഇല്ല അല്ലേ. നിങ്ങൾക്ക് ഇതിനെ അറിയില്ലായിരുന്നു അല്ലേ. നിങ്ങൾക്ക് എൻ്റെ ശരീരത്തിൽ 60% വെള്ളം ഉള്ളതെന്ന് അറിയില്ല അല്ലേ. അപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോ, 60% വെള്ളമാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. വാട്ടർ എവിടെ കാണുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ സൈക്കിളാണ്. വാട്ടർ സൈക്കിളിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. വാട്ടർ സൈക്കിളിൽ സൺ ഹീറ്റ് വാട്ടർ ആണെങ്കിൽ ബിക്കം വേപ്പർ, then goes up, form cloud, then come back as rain. അതാണ് വാട്ടർ സൈക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. സൺ ഈറ്റ്സ് വാട്ടർ, ബിക്കം വേപ്പർ, ദെൻ ഗോസ് അപ്പ്, മുകളിലോട്ട് പോകും, പിന്നെ ക്ലൗഡ് ഫോം ചെയ്യും, ദെൻ റെയിനായിട്ട് തിരിച്ചു വരും. അതാണ് വാട്ടർ സൈക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. വാട്ടർ ഇസ് ലൈക്ക് എ traveler. It's like a traveler. അതവിടെ തന്നെ നിൽക്കില്ല, അതിങ്ങനെ ട്രാവൽ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് വെള്ളത്തിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. വാട്ടർ ഇസ് ലൈക്ക് എ ട്രാവലർ. How many times do you use water in a day? കുക്കിങ്ങിനായിക്കോട്ടെ, വാഷിങ്ങിനായിക്കോട്ടെ, അതുപോലെ നമ്മൾ ചെടികൾ നനയ്ക്കാനായിക്കോട്ടെ,
ഏതൊരു ആവശ്യത്തിനും നമ്മൾ വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. അപ്പം എത്ര പ്രാവശ്യം നിങ്ങൾ വെള്ളം ഉപയോഗിക്കുന്നുള്ള കാര്യം കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. വിഷമം വരുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിനെ പറ്റിയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ശുദ്ധജലം കിട്ടണമെന്നില്ല. അപ്പം പലരും വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ദൂരം നടന്നിട്ടാണ് നല്ല വെള്ളം കിട്ടുള്ളൂ അല്ലേ. നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഏതാ സിനിമ, വിയറ്റ്നാം കോളനിയിലൊക്കെ ഉണ്ടല്ലേ, അങ്ങനത്തെ ഒരു സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഇപ്പം എന്താ പറയുക, ഇപ്പം ബക്കറ്റിൽ നിന്ന് തന്നെ പുറത്ത് പോയിട്ട് തന്നെ ബക്കറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്ന ഒരു സംവിധാനം അല്ലേ. ഇപ്പം ചില ഇടങ്ങളിലൊന്നും വെള്ളം കിട്ടാണ്ട് അങ്ങനെ ചെയ്യണവരുണ്ട്. ബക്കറ്റിൽ വെള്ളം എടുത്തുന്നു സ്റ്റോർ ചെയ്യുന്നു. അപ്പം നമ്മൾ കറണ്ടൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും വെള്ളം ഇല്ലാണ്ടാവും. അപ്പം നമ്മൾ ഇപ്പം കിണറുള്ളവരാണെങ്കിൽ കിണറിൽ നിന്ന് വെള്ളം കോരിയിട്ട് അത് വെച്ചിട്ടാണ് യൂസ് ചെയ്യണം അല്ലേ. അപ്പം ആ സമയത്തൊക്കെ ചിലപ്പം വെള്ളമൊക്കെ കുറഞ്ഞിരിക്കാം. അപ്പോൾ ചൂടിൻ്റെ സമയമായിരിക്കും. ആ സമയത്തൊക്കെ ഇങ്ങനെ 2-3 പ്രാവശ്യം കറണ്ട് പോകുക, അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസമൊക്കെ ആയിട്ട് കറണ്ട് പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ പിടിച്ചു വെക്കും അല്ലേ. അതാണ് വെള്ളത്തിൻ്റെ കൊണ്ടുള്ളൊരു സംവിധാനം അല്ലേ. ഇപ്പം ചില ഇടങ്ങളിലൊന്നും വെള്ളം കിട്ടാൻ നല്ല ശുദ്ധജലം കിട്ടത്തില്ല. അപ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ്. കാരണം അവർ ദൂരത്ത് നിന്ന് കുറേ ദൂരം നടക്കണം. കുറേ ദൂരം നടന്ന് അത് പൊക്കി പിടിച്ച് പിന്നെ മറ്റു പാത്രങ്ങളിലേക്കൊക്കെ അവർ ആക്കിയെടുക്കും. വെള്ളത്തെ നമ്മൾ സേവ് ചെയ്യണം. വെള്ളത്തെ സേവ് ചെയ്യണം. സേവ് ദ വാട്ടർ, ദെൻ ഡോണ്ട് വേസ്റ്റ് ഇറ്റ്, ടേൺ ഓഫ് ദ ടാപ്പ്. അതൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഓരോ തുള്ളിയും നമുക്ക് വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാം. വെള്ളത്തിൻ്റെ ഓരോ തുള്ളിയും നമുക്ക് വിലപ്പെട്ടതാക്കണം. വെള്ളത്തിൻ്റെ ഓരോ തുള്ളിയും നമുക്ക് വിലപ്പെട്ടതാണ്. അത് പാഴാക്കി കളയാനായിട്ട് പാടില്ല. അത് ഇപ്പോൾ ചിലവരിപ്പോൾ തുറന്നിട്ട് പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ഒന്ന് ക്ലോസ് ചെയ്യുക. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാപ്പ് നടക്കുക. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്ടറിനെ സേവ് ചെയ്യുക. പിന്നെ വേസ്റ്റ് ആക്കാനായിട്ട് പാടില്ല. വെള്ളത്തിൽ നമ്മൾ വേസ്റ്റ് ആക്കാനായിട്ട് പാടില്ല. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. Next time you open a tap, just for a second, think how important water is. Without water there is no life. അപ്പോൾ ഓരോ തുള്ളിയും നമുക്ക് വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. So next time you open a tap, remember this video. That's all for today. See you next video. Bye.